ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. ഈ ഓരോന്നെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നി ഒരുമിച്ചങ്ങ് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു 5 ഉള്ളി, 2 വറ്റൽമുളക്, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പുളി, ഈ 3 കൂടെ ഞാനിങ്ങനെ ഒന്ന് വഴറ്റി. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഈ കരിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അരച്ച് കഴിഞ്ഞ് ചമ്മന്തി കാണിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ പപ്പടം ഇങ്ങനെ പൊടിച്ചിടാം കേട്ടോ. എന്നിട്ട് ഒന്ന് അരയ്ക്കണം. അപ്പോൾ എല്ലാ പപ്പടവും ഞാൻ പൊടിച്ചിട്ടു. ഞാൻ ഈ പപ്പടം വറുത്തില്ലേ, അതിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് തന്നെ, അതായത് ഇതെല്ലാം മസാല വഴറ്റില്ല, അതിലേക്ക് തന്നെയാണ് ഇട്ടൊന്ന് ശരിയാക്കിയത്. അത് ഇളക്കിയെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നണേ ഞാൻ തേങ്ങയില്ലാതെയാണ് ഇത് അരച്ചത്. പക്ഷേ തേങ്ങയും കൂടെ ഇട്ട് അരച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും തേങ്ങയും കൂടെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങയും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒപ്പം അരച്ച് നോക്കൂ. ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണേ. അവർ വീഡിയോ ഇട്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഓർത്ത് വന്നപ്പോൾ തേങ്ങയില്ല, ഇങ്ങനെ ഒന്ന് അരച്ച് നോക്കാമെന്ന് ചോദിച്ചു. കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. എളുപ്പവുമാണ്, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ